അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 4 ശനിയാഴ്ച. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഭേദഗതിക്ക് തയ്യാറായി ഗതാഗത വകുപ്പ്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ രാവിലെ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകളുമായി ചർച്ചയ്ക്ക് തയ്യാറായത്. യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിൽ സമരം തീർക്കാൻ സർക്കുലർ ഉടൻ പുതുക്കിയിറക്കുമെന്ന് ഉറപ്പു നൽകി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായി ഏർപ്പെടുത്തിയ പുതിയ പരിഷ്കാരങ്ങളിൽ നേരിയ ഇളവുകൾ നൽകി സർക്കാർ. ഇവ സംബന്ധിച്ച സർക്കുലർ ഗതാഗത വകുപ്പ് ഇന്ന് പുറത്തിറക്കും. നേരത്തെ പ്രതിദിനം 30 ടെസ്റ്റുകൾ എന്ന് നിജപ്പെടുത്തിയത് 40 ഉയർത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ നിലവിലെ പല നിബന്ധനകളും നടപ്പാക്കുന്നതിന് കൂടുതൽ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇളവുകളിന്മേലുള്ള നിലപാട് ഡ്രൈവിംഗ് സ്കൂളുകൾ ഇന്ന് അറിയിക്കും. ICU പീഡന കേസിലെ അതിജീവിത കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാമെന്ന് രേഖാമൂലം ഉറപ്പുകിട്ടിയതിനെ തുടർന്നാണ് 13 ദിവസമായി തുടരുന്ന സമരം അവസാനിപ്പിച്ചത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് അമ്മ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ നവജാത ശിശു മരിച്ചത് തലയൊട്ടി തകർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിന്റെ ശരീരത്തിലാകെ ബലപ്രയോഗം നടത്തിയതിന്റെ പാടുകൾ ഉള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരാളാണ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. തൃശൂർ സ്വദേശിയായ നർത്തകനിൽ നിന്നാണ് ഗർഭിണിയായതെന്നാണ് യുവതി പ്രാഥമികമായി നൽകിയ മൊഴിയെന്ന് റിപ്പോർട്ടുകൾ. ഇൻസ്റ്റാഗ്രാമിൽ സജീവമായിരുന്ന യുവതി റീലുകൾ ചെയ്യുന്നതിനിടയിലാണ് തൃശൂർ സ്വദേശിയായ നർത്തകനുമായി പരിചയപ്പെട്ടത്. ഇയാളിൽ നിന്ന് ഗർഭിണിയായി എന്നും എന്നാൽ കുറെ മാസങ്ങളായി ഇയാളെക്കുറിച്ച് കാര്യമായ വിവരങ്ങളിലായിരുന്നു എന്നുമാണ് യുവതി മൊഴി നൽകിയത്. ഇതിനാൽ സംഭവത്തിൽ ബലാത്സംഗത്തിന് കൂടി കേസെടുക്കാൻ പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഫ്ളാറ്റിൽ നിന്ന് നവജാത ശിശുവിനെ എറിഞ്ഞുകൊന്ന സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മ പീഡനത്തിനിരയായ വിവരം മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ രക്ഷിതാക്കൾക്ക് പങ്കില്ല. ഇന്നലെ പുലർച്ചെയാണ് പെൺകുട്ടി ഫ്ളാറ്റിലെ ശുചിമുറിയിൽ പ്രസവിക്കുന്നത്. അതിനുശേഷം ബാൽക്കണിയിൽ നിന്ന് അടുത്തുള്ള പറമ്പിലേക്ക് എറിയുകയായിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ മൃതദേഹം റോഡിൽ വീണു. നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി P. രാജീവ്. റോഡിലേക്ക് നവജാത ശിശു വീഴുന്ന ദൃശ്യങ്ങൾ ആരുടെയും മനസ്സുലയ്ക്കുന്നതാണ്. പഴുതടച്ച അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും തക്കതായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി. നടുറോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ റിപ്പോർട്ട് തേടി. സംഭവം അതിദാരുണമാണെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. കുട്ടികളെ വേണ്ടാത്തവർ ഇത്തരം ക്രൂരതകൾ ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയ്സൺ അഥവാ രാഷ്ട്രീയ കൊടുംവിഷമാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലെന്ന് CPM നേതാവ് A. റഹീം. പാലക്കാട് എത്തിയാൽ മൃദു ഹിന്ദുത്വം, വടകരയിൽ മതന്യൂനപക്ഷം എന്നതാണ് സമീപനമെന്നും രാഷ്ട്രീയ കുമ്പിടിയാണ് ഷാഫിയെന്നും റഹീം കുറ്റപ്പെടുത്തി. മുരളീധരനും മുല്ലപ്പള്ളിയും മത്സരിച്ചപ്പോൾ ഇതുപോലെ യൂത്ത് അലർട്ട് നടത്തേണ്ട സാഹചര്യം ഉണ്ടായില്ലെന്നും റഹീം കൂട്ടിച്ചേർത്തു. മേയർ ആര്യ രാജേന്ദ്രനെ KSRTC ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം നടത്തിയതായി കണ്ടില്ലെന്ന് കണ്ടക്ടർ സുബിൻ. താൻ പിൻസീറ്റിലായതിനാൽ ഒന്നും കണ്ടിട്ടില്ല എന്നും സുബിൻ പോലീസിന് മൊഴി നൽകി. മേയർ സഞ്ചരിച്ച വാഹനത്തെ ഓവർടേക്കിംഗ് ചെയ്തിട്ടുണ്ടോ എന്നും തനിക്ക് വ്യക്തതയില്ല. കന്റോൺമെന്റ് പോലീസിനാണ് കണ്ടക്ടർ വിശദമായ മൊഴി നൽകിയത്. KSRTC ബസ്സിലെ CCTV ദൃശ്യങ്ങൾ കാണാതായ സംഭവത്തിൽ പോലീസിന് തെളിവൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ബസ് പാർക്ക് ചെയ്ത സ്ഥലത്ത് CCTV ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് റെഡ് അലർട്ടാണ്. അതീവ ജാഗ്രത വേണമെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ബീച്ചിലേക്കുള്ള യാത്രകളും ഒഴിവാക്കാൻ നിർദ്ദേശം. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് പുലർച്ചെ 2:30 മുതൽ നാളെ രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ
എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്ത്യ സഖ്യത്തിന് ദോഷം ചെയ്യുന്ന തീരുമാനമാണെന്ന് LDF സ്ഥാനാർത്ഥി ആനി രാജ കുറ്റപ്പെടുത്തി. റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വഞ്ചിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചു. ജനങ്ങളെ പറ്റിക്കുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. അമേഠിയിൽ മത്സരിക്കാതെ റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഭീരുത്വമാണെന്നും വയനാട്ടിൽ കോൺഗ്രസുകാരേക്കാൾ പണിയെടുത്ത ലീഗുകാർക്ക് പണി കിട്ടിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളോട് കാട്ടുന്ന കൊടും വഞ്ചനയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം വയനാട്ടിലെ ജനങ്ങൾക്കും കേരളത്തിലെ പൗരന്മാർക്കും വേണ്ടി ഒന്നും ചെയ്തില്ല. മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ അവിടെ സംഘർഷമുണ്ട്. അതിലൊന്നും രാഹുൽ ഗാന്ധി ഇടപെടുന്നില്ല. വയനാട്ടിലെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോ നൈപുണ്യമുണ്ടാക്കുന്നതിനോ അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളി BJP ആണെന്ന സത്യം മറന്നുകൊണ്ടാണ് രാഹുൽ വയനാട്ടിൽ മത്സരിച്ചത്. ഇപ്പോഴത് തിരുത്താൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സൂര്യാഘാതമേറ്റ് സംസ്ഥാനത്ത് 497ഓളം കറവ പശുക്കൾ ചത്തെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. പകൽ 11 മുതൽ 3 വരെ തുറസായ സ്ഥലങ്ങളിൽ വളർത്തുമൃഗങ്ങളെ മേയാൻ വിടരുത്. ഈ സമയം പശുക്കളെ പാടത്ത് കെട്ടിയിടുകയും ചെയ്യരുത് എന്നും മൃഗസംരക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചത്ത കാലികൾക്കുള്ള നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുമെന്നും മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചു. സംസ്ഥാനത്ത് കൂടിയ വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ നിർദ്ദേശം നൽകി KSEB. രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെ ക്രമീകരണം ഉണ്ടാകും. രാത്രി 9 കഴിഞ്ഞാൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളും പ്രവർത്തിപ്പിക്കരുത്. വീടുകളിൽ AC 26 ഡിഗ്രിക്ക് മുന്നിൽ ക്രമീകരിക്കണം. 2 ദിവസം നിരീക്ഷിച്ച ശേഷം KSEB സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. വാട്ടർ അതോറിറ്റി പമ്പിംഗ് ക്രമീകരിക്കണം. ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പുകൾ പീക്ക് സമയത്ത് ഉപയോഗിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് KSEB നൽകുന്നത്. മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം തുടങ്ങി KSEB. ഉപഭോഗം കൂടിയ ഇടങ്ങളിലാണ് നിയന്ത്രണം. ആദ്യഘട്ടത്തിൽ പാലക്കാട് രാത്രി 7-നും അർദ്ധരാത്രി 1 മണിക്കുമിടയിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇടവിട്ട് വൈദ്യുതി നിയന്ത്രണത്തിനാണ് സാധ്യത. മണ്ണാർക്കാട്, അലനല്ലൂർ, കൊപ്പം, ഷൊർണൂർ, ഒറ്റപ്പാലം, ആറങ്ങോട്ടുകര, പട്ടാമ്പി, കൂറ്റനാട്, പത്തിരിപ്പാല, കൊല്ലങ്കോട്, ചിറ്റൂർ, വടക്കഞ്ചേരി, കൊടുവായൂർ, നെന്മാറ, ഒലവക്കോട് സബ്സ്റ്റേഷനുകളിലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് കൂടുതൽ മേഖലകളിൽ വൈദ്യുതി നിയന്ത്രണത്തിനുള്ള ഉത്തരവ് ഇന്നിറങ്ങും. അതാത് സ്ഥലങ്ങളിലെ ചീഫ് എഞ്ചിനീയർമാരാണ് നിയന്ത്രണം സംബന്ധിച്ച ചാർട്ട് തയ്യാറാക്കി ഉത്തരവിറക്കുന്നത്. ഇന്നലെ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലെ സബ്സ്റ്റേഷനുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവ് ഇറക്കിയിരുന്നു. വൈകിട്ട് 7 മുതൽ പുലർച്ചെ 1 മണി വരെയുള്ള സമയത്താണ് ഇടവിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തുക. പീക്ക് ആവശ്യകത കൂടിയ സ്ഥലങ്ങളിലാണ് നിയന്ത്രണം ഉണ്ടാകുക. സംസ്ഥാനത്ത് ഉഷ്ണതരംഗവും വൈദ്യുതി പ്രതിസന്ധിയുമുള്ള സാഹചര്യത്തിൽ ക്രൈസ്തവ സഭകൾ പെരുന്നാൾ സീസണിൽ രാത്രി പ്രദക്ഷിണവും ദീപാലങ്കാരങ്ങളും ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ നന്നായിരിക്കുമെന്ന് യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് കോറിലോസ്. അങ്ങനെ സാധിച്ചാൽ അത് എത്ര ദീപ്തമായ ഒരു സുവിശേഷമാകുമെന്നും ചെവിയുള്ളവർ കേൾക്കട്ടെയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം. ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തനം രാവിലെ 8 മുതൽ 11 വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയുമാക്കി ക്രമീകരിച്ചതായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്ത് മെയ് 4, 5, 6, 7 തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് മഴ സാധ്യത ഉള്ളത്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി ഇനി ആഘോഷ ചിട്ടി. രാജ്യത്തിന്റെ സ്വത്വം മാറ്റാനാണ് BJP ആഗ്രഹിക്കുന്നതെന്നും ഈ അടുത്ത വർഷങ്ങളിൽ രാജ്യത്ത് മുസ്ലിങ്ങളുടെ അനുഭവം അത്ര നല്ലതല്ലെന്നും കോൺഗ്രസ് MP ശശി തരൂർ.
അഡോൾഫ് ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിലെ ജൂതന്മാരുടെ സാഹചര്യവുമായി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെ അസദുദ്ദീൻ ഒവൈസി താരതമ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തരൂരിന്റെ പരാമർശം. ആന്ധ്രാപ്രദേശിൽ ബി.ജെ.പി പ്രചാരണം മന്ദഗതിയിൽ. എൻ.ഡി.എ പ്രകടന പത്രിക അവതരിപ്പിച്ച ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഇല്ലാത്തതും ബി.ജെ.പിയുടെ തണുത്ത പ്രതികരണവും സംസ്ഥാനത്ത് ചർച്ചയാണ്. ജഗൻമോഹൻ റെഡ്ഡി ആക്രമണം കടുപ്പിക്കുമ്പോൾ സഖ്യം ഒറ്റക്കെട്ടാണെന്നാണ് ബി.ജെ.പിയുടെ മറുപടി. ജാമ്യാപേക്ഷയുമായി ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയൽ ഭാര്യയും താനും ക്യാൻസർ ബാധിതരാണെന്നും ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നരേഷ് ഗോയൽ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്ന മെയ് 6 വരെ ഗോയലിനെ പ്രവേശിപ്പിച്ചിരിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവിട്ടു. കേന്ദ്ര സർക്കാരിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേന്ദ്ര സർക്കാർ പ്രജ്വൽ രേവണ്ണയെ സംരക്ഷിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ അറിവില്ലാതെ ആർക്കും വിദേശത്തേക്ക് യാത്ര ചെയ്യാനാവില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. അന്താരാഷ്ട്ര യാത്ര നടത്തുമ്പോൾ എല്ലാവരുടെയും പാസ്പോർട്ടും വിസയും പരിശോധിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേഠിയിലെയും റായ്ബറേലിയിലെയും ജനങ്ങളെ കുടുംബമായാണ് കാണുന്നതെന്നും ഇരു മണ്ഡലങ്ങളിലെയും ജനങ്ങളെ വേർതിരിച്ച് കാണുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. തങ്ങളുടെ കുടുംബവുമായി അഭേദ്യ ബന്ധമുള്ള റായ്ബറേലിയെ സേവിക്കാനുള്ള ഉത്തരവാദിത്തം അമ്മ സോണിയാഗാന്ധി തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് രാഹുൽ വ്യക്തമാക്കി. അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനം തനിക്ക് ലഭിച്ച അഭിനന്ദനമാണെന്ന് കേന്ദ്രമന്ത്രിയും ബി.ജെ.പി നേതാവുമായ സ്മൃതി ഇറാനി. രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ മത്സരിക്കുന്നു എന്നതാണ് ബി.ജെ.പി എംപിയുടെ ഏക വ്യക്തിത്വം എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ ട്വീറ്റിന് മറുപടിയായാണ് സ്മൃതി ഇറാനിയുടെ പരാമർശം. പശ്ചിമ ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെതിരായ പീഡന പരാതി ആശങ്കയുണ്ടാക്കുന്നതെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നുവെന്നും മമത ചോദിച്ചു. രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ഗവർണർ സി.വി. ആനന്ദബോസിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളികൾ ഉൾപ്പെടെ എല്ലാ ജീവനക്കാരെയും വിട്ടയച്ചു. മാനുഷിക പരിഗണന വെച്ചാണ് ജീവനക്കാരെ വിട്ടയച്ചതെന്ന് ഇറാൻ അറിയിച്ചു. 17 ഇന്ത്യക്കാരുൾപ്പെടെ 24 ജീവനക്കാരെയാണ് വിട്ടയച്ചത്. 2026 നവംബർ 26 ഇന്ത്യ പല കഷ്ണങ്ങളായി തകരുമെന്ന വിവാദ പ്രസ്താവനയുമായി പാകിസ്ഥാൻ മുൻ സെനറ്റർ ഫൈസൽ അബീദി. നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രതീകാത്മക ഭൂപടത്തിൽ അസംതൃപ്തരായെന്നും അദ്ദേഹം പറഞ്ഞു. മോദിയുടെ ഹിന്ദുത്വ അജണ്ടയിൽ നിന്ന് പുറത്തുകടക്കുകയാണ് ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയെന്നും മോദി അധികാരത്തിലിരിക്കുമ്പോൾ ഇന്ത്യയെ തകർക്കണമെന്നും അബീദി പറഞ്ഞു. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ 3 ഇന്ത്യക്കാരെ കാനഡ അറസ്റ്റ് ചെയ്തെന്ന് റിപ്പോർട്ടുകൾ. കൊലയാളി സംഘത്തിലെ എത്ര പേർ ആണ് പിടിയിലായതെന്നോ ഇവരുടെ പേരുകളോ കനേഡിയൻ പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ 3 പേരാണ് പിടിയിലായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കരൺപ്രീത് സിംഗ്, കമൽപ്രീത് സിംഗ്, കരൺ ബ്രാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം. ഇവർ സ്റ്റുഡന്റ് വിസയിലാണ് കാനഡയിലെത്തിയതെന്നും വിവരമുണ്ട്. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ 24 റൺസിന് തോറ്റതോടെ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ കൊൽക്കത്ത 19.5 ഓവറിൽ 169 എല്ലാവരും പുറത്തായി. 70 റൺസെടുത്ത വെങ്കടേഷ് അയ്യരാണ് മാന്യമായ ഒരു സ്കോർ നേടാൻ സഹായിച്ചത്. മറുപടി ബാറ്റിംഗിൽ മുംബൈ 18.5 ഓവറിൽ 145 എല്ലാവരും പുറത്താവുകയായിരുന്നു. 4 വിക്കറ്റ് നേടിയ മിച്ചൽ സ്റ്റാർക്കാണ് മുംബൈയെ തകർത്തത്. 35 പന്തിൽ 56 റൺസ് നേടിയ സൂര്യകുമാർ യാദവാണ് മുംബൈയുടെ ടോപ്പ് സ്കോറർ. ഈ ജയത്തോടെ 10 കളികളിൽ നിന്ന് 14 പോയിന്റുമായി കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.